അത് വേറൊരു ഫാക്ടറാണ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് വരാനുള്ള കാരണം പെട്ടെന്ന് നമ്മൾ ഈ മിക്സ് എടുത്ത് ഐസ്ക്രീം ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം ലാസ്റ്റ് സ്റ്റേജ് ക്ലോസ് ചെയ്യുന്നതാണ്. ആ പ്രഷറിൽ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഈ കോണിനെ തട്ടി അങ്ങോട്ടേക്ക് വിടും. നമ്മൾ ബേസിക് ഐസ്ക്രീം ചെയ്യുന്നത് വനില, ബട്ടർ സ്കോച്ച്, പിസ്ത, സ്ട്രോബെറി, ചോക്ലേറ്റ്, മാംഗോ. F-Zero എന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പട്ടാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചിൽക്കീസ് ബ്രാൻഡിൽ ഐസ്ക്രീം നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ യൂണിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഐസ്ക്രീം നിർമ്മിക്കുന്നത് ആ ഒരു കാഴ്ച നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇവിടെ വന്ന സമയത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത്, ഞാൻ കുറച്ചു മുന്നേ ഒരു വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. സ്മാർട്ട് എഞ്ചിനീയേഴ്സിന്റെ ഒത്തിരി മെഷീനറീസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരെ ചിൽക്കീസിന്റെ വിശേഷങ്ങളിലേക്ക്. ചിൽക്കീസ് ബ്രാൻഡ് ഐസ്ക്രീമിന്റെ ഓണർ മധുവാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഞാനിവിടെ വരാൻ കാരണം, ഏതൊരു സാധാരണക്കാരനും ഈ ഒരു രീതിയിലുള്ള ഒരു ഐസ്ക്രീം കമ്പനി തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു കാഴ്ച കാണിച്ചു തന്നതാണ് ഇപ്പൊ മധുവായിട്ട് നമ്മുടെ മുമ്പിൽ. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്രയായി? ഇങ്ങനെ ഒരു മേഖലയിൽ കടന്നു വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? നമ്മുടെ ഐസ്ക്രീം കമ്പനി തുടങ്ങിയിട്ട് 4 വർഷമായി. 2019 ഒക്ടോബറിലാണ് തുടങ്ങിയത്. വരാൻ പ്രത്യേക കാരണമൊന്നുമില്ല. നാട്ടിൽ വന്നപ്പോൾ, അതായത് ഗൾഫിലായിരുന്നു എനിക്ക് ജോലി, 10-25 വർഷം ഗൾഫിലായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളൊരു ആശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഐസ്ക്രീം നല്ലൊരു ബിസിനസ്സാണ്, അങ്ങനെ തുടങ്ങിയതാണ്. ഇനി എനിക്ക് അറിയേണ്ടത് ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ പ്രോസസ്സ് രീതിയാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന എല്ലാം മെഷീനറിയിലാണ്. കൈകൊണ്ടുള്ള പ്രോസസ്സ് വളരെ കുറവാണ്. പാക്കിങ്, പിന്നെ മിക്സ് എടുത്തിടുന്ന അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ കൈകൊണ്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം മെഷീനറിയിലേക്ക് കൂടിയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ പ്രോസസ്സ് ഈ നമ്മൾ മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പാല്, വെണ്ണ, പഞ്ചസാര, പിന്നെ അത് ഫാറ്റ് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെബിലൈസറും ചേർക്കും. അപ്പോൾ ഈ മിക്സ് നമ്മൾ ആദ്യം തന്നെ പാസ്ചറൈസിംഗ് ആണ് ചെയ്യുന്നത്. അതായത് 75 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 5 മിനിറ്റ്സ് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഈ മിക്സ് നമ്മൾ ഐസ്ക്രീമിന് ആയിട്ട് ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ പാസ്ചറൈസിങ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഈ മിക്സ് 75 ഡിഗ്രി ചൂടായതിനു ശേഷം നമ്മൾ ഒരു ഹോമോജനൈസർ മെഷീനിലേക്ക് കൂടി കടത്തിവിടും. ഹോമോജനൈസർ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഹൈ പ്രഷറിൽ ഇത് പിസ്റ്റൺസ് ഉപയോഗിച്ചിട്ട് ഇതിനെ മിക്സ് ചെയ്യായിരുന്നു. ഈ മിക്സ് മൈക്രോ ലെവലിൽ തന്നെ ഇതിന് കംപ്ലീറ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ സമമായിട്ട് മിക്സ് ചെയ്യും. അപ്പോഴാണ് ഈ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഹോമോജനൈസർ ചെയ്തതിന് ശേഷം നമ്മൾ ഏജിങ് വാറ്റിലേക്ക് കടന്നു പോകും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ 75 ഡിഗ്രി സെൻറ്റിഗ്രേഡുള്ള മിക്സിനെ പെട്ടെന്ന് തന്നെ തണുപ്പിച്ച് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവരണം. അതിനാണ് ഈ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന ആ ഒരു മെഷീൻ ഉണ്ടാകും. അതിലേക്ക് കൂടി കടന്നു പോയിട്ട് ഏജിങ് വാറ്റിലേക്ക് വരും. ഏജിങ് വാറ്റ് ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തണുപ്പിക്കും. ആ മിക്സ് 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തണുപ്പിച്ചതിന് ശേഷം ഒരു 8 മണിക്കൂർ ഏജിങ് ചെയ്യണം. അപ്പോഴാണ് അത് വേറൊരു ഫാക്ടറാണ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് വരാനുള്ള കാരണം പെട്ടെന്ന് നമ്മൾ ഈ മിക്സ് എടുത്ത് ഐസ്ക്രീം ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ അടുത്ത പ്രോസസ്സാണ് ഫ്ലേവറും ഈ കളറും ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ഫ്ലേവർ ടാങ്ക് ഉണ്ട്. ആ ഫ്ലേവർ ടാങ്കിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തതിന് ശേഷം കണ്ടിന്യൂസ് ഫ്രീസറിലേക്ക് കൂടി ഈ മിക്സ് കടത്തിവിടും. കണ്ടിന്യൂസ് മിക്സ് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ എയർ ഇൻക്ലൂഡ് ചെയ്യും, പിന്നെ തണുപ്പിക്കും. -7 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തണുപ്പിച്ച് ഐസ്ക്രീം ആയിട്ടാണ് ഈ മെഷീനിൽ നിന്ന് ഐസ്ക്രീം പുറത്തേക്ക്. ഇനി ഇതിനെ വ്യത്യസ്ത പാക്കുകളിൽ പാക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് ഫാമിലി പാക്ക് ആണെങ്കിൽ അത് നമ്മൾ ഫാമിലി പാക്കിൽ പിടിക്കും, എന്നിട്ട് പാക്ക് ചെയ്യും. അതേസമയം നമ്മൾ കപ്പ് കോണും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് മെഷീനിലേക്ക് കണക്ട് ചെയ്തോളും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചിൽക്കീസ് ബ്രാൻഡിന്റെ വനില കോണാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് മെഷീനിൽ എല്ലാ പ്രോസസ്സും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. പക്ഷേ നമ്മൾ ആദ്യം ഈ കോണും അതിന്റെ സ്ലീവും മെഷീനിൽ വെച്ചു കൊടുക്കണം. അത് മാനുവലായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് സ്ലീവ്. ഈ സ്ലീവിൽ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു ചോക്ലേറ്റ് സ്പ്രേ അടിക്കും. ചോക്ലേറ്റ് സ്പ്രേ ചെയ്യും. അതിനുശേഷം ഐസ്ക്രീം ഫില്ലാവും. ഇതിനുശേഷം ഇവിടെ ചോക്ലേറ്റിന്റെ ഒരു ഡ്രോപ്പ് മേലെ ചെയ്യും. അതിനുശേഷം ലാസ്റ്റ് ഈ സ്റ്റേജിലാണ് ഷുഗർ കോട്ടഡ് നട്ട്സ് ഇടുന്നത്. നട്ട്സ് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഇതിന്റെ ലിഡ് ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തിട്ട് അതിന്റെ മേളിൽ വെച്ചു കൊടുക്കും. അതും മെഷീൻ തന്നെ ചെയ്യുന്നുണ്ട്. അത് മെഷീൻ തന്നെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യണം. കോണ് ഇത് ലാസ്റ്റ് സ്റ്റേജ് ക്ലോസ് ചെയ്യുന്നതാണ്. ആ പ്രഷറിൽ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഈ കോണിനെ തട്ടി അങ്ങോട്ടേക്ക് വിടും പാക്ക് ചെയ്യാൻ വേണ്ടി. മെഷീൻ തന്നെ അതിന് തട്ടി വിടും. അത് നമ്മൾ എടുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അടിപൊളി. അപ്പൊ ഇത് പുറത്തേക്ക് വന്നതിന് ശേഷം ജസ്റ്റ് പാക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓരോന്നോരോന്ന് എടുത്തിട്ട് ഇങ്ങനെ പിന്നെ ഓരോന്നോരോന്ന് എടുത്ത് പെട്ടിയിൽ 12 എണ്ണം വെച്ചിട്ട് ക്ലോസ് ചെയ്യും. ഈ കോണ് നമ്മൾ ബോക്സിൽ ഫില്ല് ചെയ്തതിനു ശേഷം ഇനി സ്റ്റോറിംഗ് ആണ്. അപ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ അത് കോൾഡ് റൂമിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഫ്രീസറിൽ കൊണ്ടുപോകും. ഇവിടെ നിങ്ങൾ ഇതല്ലാതെ വേറെ എന്തൊക്കെ പ്രോഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഓട്ടോമാറ്റിക് മെഷീനിൽ നമ്മൾ കോണല്ലാതെ കപ്പും ഫില്ല് ചെയ്യുന്നുണ്ട്. കപ്പ് ഇതിൽ തന്നെ ചെയ്യും. കപ്പ് ഇതിൽ തന്നെ ചെയ്യുന്നുണ്ട്. കപ്പ് ഇതിൽ തന്നെ എല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ്. കപ്പ് എടുക്കുന്നതും ഐസ്ക്രീം ഫില്ല് ചെയ്യുന്നതും അതിനുശേഷം ലിഡ് ഇട്ടിട്ട് പുറത്തേക്ക് തള്ളി വിടുന്നതും എല്ലാം മെഷീൻ തന്നെയാണ്. നമ്മളിപ്പോ കണ്ട സെയിം സിസ്റ്റം തന്നെ. അതിൽ ഡിഫറെന്റ് മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് കൂടാതെ തിക്ക് ഐറ്റംസ് ആണുള്ളത്.
അതായത് ചോക്കോ ബാർ, മാംഗോ ബാർ, അതുകൂടാതെ ക്യാൻഡി, ഐസ് ക്യാൻഡി ഉണ്ട്, അതുകൂടാതെ ഫ്രൂട്ട് ഐസ് ഉണ്ട്. അതായത് ഫ്രൂട്ട് പൾപ്പ് ഉണ്ടാക്കിയിട്ടുള്ള നാച്ചുറൽ ഫ്രൂട്ട് പൾപ്പും ഐസ്ക്രീം ചേർത്തിട്ടുള്ള ഒരു സ്റ്റിക്ക് ഐറ്റം പോപ്സിക്കിൾസ് ഉണ്ട്. ഓ ശരി. അതൊരു 10-18 ഫ്ലേവറുണ്ട്. ഏതൊക്കെ ഫ്ലേവറിലാണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ബേസിക് ഐസ്ക്രീം ചെയ്തത് വനില, ബട്ടർ സ്കോച്ച്, പിസ്ത, സ്ട്രോബെറി, ചോക്ലേറ്റ്, മാംഗോ, ഇങ്ങനെയുള്ള നോർമൽ എപ്പോഴും പോകുന്ന മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അതുകൂടാതെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. ടെൻഡർ കോക്കനട്ട് ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, ബ്ലാക്ക് കറന്റ് ഉണ്ട്, ചിക്കു ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. ഇത് പുതിയ പുതിയ കുറെ ഫ്ലേവേഴ്സ് കൊണ്ടുവരാൻ പറ്റും. മെഷീൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തീരുമാനിച്ചു സൗത്ത് ഇന്ത്യയിൽ തന്നെ വേണമെന്ന്. കാരണം ഇതിൻ്റെ ഒരു സർവീസും കാര്യങ്ങളൊക്കെ വേണമല്ലോ. നമ്മൾക്ക് മെഷീനെ പറ്റി കൂടുതൽ അറിവുണ്ടായിരുന്നില്ല അന്നേരം. വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ സ്മാർട്ട് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു കമ്പനിയാണ് എനിക്ക് ആദ്യം നല്ലതായിട്ട് തോന്നിയത്. കാരണം അവരായിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ അടുത്താണ്, കോയമ്പത്തൂരാണ്. ഞാൻ അവിടെ പോയി കണ്ടു. അപ്പോൾ മെഷീനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെഷീനാണ്. അങ്ങനെയാണ് ഈ സ്മാർട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഈ മെഷീൻ കടക്കുന്നത്. പുതുതായിട്ട് ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കുകയാണ്, അത് കൊടുക്കാനൊക്കെ റെഡിയാണോ? ആക്ച്വലി ഞാൻ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുക്കും. കാരണം എൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ വിട്ടിട്ട് ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുത്താലേ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തണം. നമുക്ക് കേരളത്തിന് ഐസ്ക്രീമിൻ്റെ മാർക്കറ്റ് നല്ല മാർക്കറ്റാണ്. അവിടെ നമുക്ക് ഒരുപാട് ഐസ്ക്രീം യൂണിറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്മാൾ സ്കെയിലിന് ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആൾക്കാരിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത യൂണിറ്റാണ്. നോർമലി ഇത് വലിയ പ്രോജക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെറിയ രീതിയിൽ ഉള്ള ആൾക്കാരിന് വേണ്ടിയിട്ട് ഒരു 100 കിലോമീറ്റർ റേഡിയസ് സറൗണ്ടിങ്ങിനകത്ത് മാത്രം മാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ ഐസ്ക്രീം യൂണിറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് ടേൺ കീ പ്രോജക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം റാ മെറ്റീരിയൽ ഇടുന്ന മുതൽ ഫൈനൽ പാക്കിംഗ് വരെയുള്ള കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്ലാൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കേരളത്തിലെ ആൾമോസ്റ്റ് നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഐസ്ക്രീം യൂണിറ്റും സപ്ലൈ ചെയ്തിട്ടുണ്ട്. അവരുടെ കാൺസെപ്റ്റ് ഒരു ചെറിയ ദൂരത്തിന് മാത്രം മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പ്ലാൻസ് ഇട്ടിട്ട് അവർ നല്ല ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാരും ഒരുപാട് ആൾക്കാർ ഈ ഐസ്ക്രീം ബിസിനസ്സിനുള്ള വരുന്നുണ്ട്. നല്ല പ്രോഫിറ്റബിൾ ബിസിനസ്സാണ്. പിന്നെ നമ്മുടെ കീ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കൊക്കോയ് ഐസ്ക്രീം കൊല്ലം, പിന്നെ മിൽക്കോ ഡെയറി ട്രിവാൻഡ്രം, PDDP അങ്കമാലി, പിന്നെ ജാക്ക് ആൻഡ് ജെറി ഐസ്ക്രീം ഇടുക്കി, പിന്നെ അരുൺ അരവിന്ദ് ഐസ്ക്രീം കൊല്ലം, പിന്നെ ബേഗസ് ഐസ്ക്രീം കണ്ണൂർ, പിന്നെ ടേസ്റ്റി ഐസ്ക്രീം കൊല്ലം, പിന്നെ ബൂഗീസ് ഐസ്ക്രീം മലപ്പുറം, പിന്നെ ഷമീർ ഐസ്ക്രീം കൊല്ലം. ഇതെല്ലാം നമ്മുടെ കീ കസ്റ്റമേഴ്സാണ്. ഇവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. സ്മാർട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീൻ്റെ ക്വാളിറ്റിയാണ്. നമ്മൾ എല്ലായിടത്തും സാനിറ്ററി ഡിസൈനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ വളരെ ഹൈജീനിക് ആയിട്ടുണ്ടാവും. ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് 1 ഇയർ 2 ഇയർ ഓൾഡായ പ്ലാന്റിനെ പോയി നോക്കിയാലോ വളരെ ഹൈജീനിക് ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഉള്ള രീതിയിലാണ് നമ്മൾ മെഷീനറീസ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് ആദ്യം റാ മെറ്റീരിയൽ ഇടുന്ന ഇടത്ത് നിന്ന് ഫൈനൽ പാക്കിങ് വരെയുള്ള ഏത് സ്ഥലത്തും കൈ കൊണ്ട് ടച്ച് ചെയ്യാത്ത രീതിയിൽ നമ്മൾ മെഷീനറീസ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്വാളിറ്റി 304 ഗ്രേഡാണ്. അതിൻ്റെ താഴെയുള്ള ക്വാളിറ്റി നമുക്ക് എവിടെയും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇനിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സർവീസാണ്. നമുക്ക് കേരളത്തിൽ എവിടെ എന്ത് കംപ്ലൈൻറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും 24 അവേഴ്സിനുള്ളിൽ നമുക്ക് കംപ്ലൈൻറ്റ് ശരിയാക്കാൻ എഞ്ചിനീയേഴ്സ് അവിടെ എത്തും. അങ്ങനെയുള്ള ബാക്ക് എൻഡിലെ സർവീസ് ടീം നമ്മൾ എടുത്തുണ്ട്. എത്രയാണ് ചിൽക്കീസിന്റെ വിശേഷങ്ങൾ? എങ്ങനെയുണ്ട്? അടിപൊളി കാഴ്ച അല്ലേ? എങ്ങനെയാണ് ഐസ്ക്രീം നിർമ്മിക്കുന്നത്? അത് കോണും കപ്പും സ്റ്റിക്ക് ഐറ്റംസും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. സാധാരണക്കാർക്ക് എങ്ങനെ ഒരു ഐസ്ക്രീം കമ്പനി തുടങ്ങാം എന്നുള്ള ഒരു കാഴ്ച തന്നെയാണ് മധുവായിട്ട് നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ മെഷീനറീസ്, എങ്ങനെയാണ് മെഷീൻ യൂസ് ചെയ്യേണ്ടത്, അതിനൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന മെഷീനറീസ് ആണ് സ്മാർട്ട് എഞ്ചിനീയേഴ്സിൻ്റെത്. കഴിഞ്ഞ 4 വർഷമായിട്ട് വലിയ രീതിയിലുള്ള കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അത് മാത്രമല്ല, ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഒരു സർവീസ് വരികയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ കേട്ടതുപോലെ തന്നെ കൃത്യമായുള്ള സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിയെ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ഇവിടുന്ന് മധുവാട്ടിൻ്റെ അടുത്ത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. വിളിക്കുക, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.